തഖ്വയില്ലാത്ത മുസൽമാൻ എന്നും ഖുർആൻ അംഗീകരിക്കില്ല. മുസ്ലിം എന്ന് പേര് വെച്ചതുകൊണ്ട് മുസ്ലിം ആവൂല. ഒരു മുസ്ലിം പെണ്ണ് ഏത് പെണ്ണ്? മുസ്ലിം പെണ്ണ്, സിനിമയിൽ അഭിനയിക്കുന്ന മുസ്ലിം പെണ്ണ്. അൻസിബ് ഹസൻ എന്നാണ് എന്തോ കാണുന്നു. നമുക്കറിയില്ല വല്ല ആരാന്ന്. ഈ അൻസിബ് ഹസൻ അവള് സ്വന്തം ഫത്വ കൊടുക്കണം. ആര് പറഞ്ഞു മുസ്ലിം എന്ന സിനിമ അഭിനയിച്ചാൽ നരകത്തിൽ പോകുമെന്ന് ആര് പറഞ്ഞു? അങ്ങനെയൊന്നും നരകത്തിൽ പോവുകയില്ല. അതിപ്പോ അവളുടെ ഇഷ്ടം, സ്വന്തം ഇഷ്ടം. അവള് സിനിമ അഭിനയിക്കുകയോ അഭിനയിക്കാതിരിക്കുകയോ മുണ്ടുടുക്കുകയോ ഉടുക്കാതിരിക്കുകയോ അതൊക്കെ ചെയ്യല്ലോ, അതവരുടെ ഇഷ്ടം. നരകത്തിൽ പോവുകയോ നരകത്തിലിടുകയോ നരകത്തില്ലാതിരിക്കുകയോ ചെയ്യേണ്ടത് അത് അവളോ അല്ലെങ്കിൽ അവളുടെ ഉപ്പാടയോ കുടുംബത്തിന്റെ തറവാടിന്റെ സ്വത്തല്ലേ. ഇതൊക്കെ ഊപ്പർ പാലയുടെ പരിപാടിയാണ്. അത് അള്ളാന്റെ പരിപാടിയാണ്. ആരെ നരകത്തിലിടണം, ആരെ സ്വർഗത്തിലിടണം, ഇത് അള്ള മണ്ടനും അള്ള ബോധമില്ലാത്തവനും വിവരമില്ലാത്തവനൊന്നും അല്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹ് ഖാലിക്കായ അള്ളാഹ്ക്ക് ഒരു മനുഷ്യനെ സൃഷ്ടിച്ചാൽ ആ റബ്ബിനറിയാം ഇവനെ എന്ത് ചെയ്യണം, ഏത് രീതിയിൽ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണമെന്ന് അള്ളാഹ്ക്കറിയാം. അത് അള്ളാഹാണ് നിയന്ത്രിക്കുന്നത്. അത് നമ്മുടെ വായിക്ക് വരുന്ന എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് നരകം എന്ന് പറഞ്ഞ സാധനവും സ്വർഗം എന്ന് പറഞ്ഞ സാധനവും നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്തതോ നമ്മുടെ ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ കഴിയാത്തതും നമ്മുടെ കാതുകൊണ്ട് കേൾക്കാത്തതുമായ കാര്യങ്ങളാണ്. അത് നമ്മളിങ്ങനെ ഖുർആനിന്റെ ഗൗരവത്തിലൂടെ ഖുർആന്റെ ആശയത്തോടെ നമ്മൾ അതിനെ വിശ്വസിക്കുന്നു. അതാണ് മുഅ്മിൻ. അത് അസ്സാബിൽ അള്ളാഹു ഒരു ആയത്തും പറഞ്ഞിട്ടുണ്ട്. ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരാണ് മുസ്ലിം. എന്താണത്? وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. സത്യവിശ്വാസിയായ മുസൽമാൻ, സത്യവിശ്വാസിനിയായ മുസ്ലിം പെണ്ണേ, ഒരു സത്യവിശ്വാസിയായ മുസ്ലിം സഹോദരനും ഒരു സത്യവിശ്വാസിനിക്കും അള്ളാഹും അവന്റെ റസൂലും പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ദീന്. അള്ളാഹും അവന്റെ റസൂലും പറയുന്നതാണ് പരിശുദ്ധമായ ദീൻ. ആ ദീനിനെ കവച്ചു വെക്കാൻ ഈ ഭൂലോകത്ത് ഒരു മനുഷ്യനെ കൊണ്ടും കഴിയുകയില്ല. ആ അള്ളാഹും റസൂലും പഠിപ്പിച്ചു തന്ന ഇസ്ലാമിക ശരീഅത്തിനെ കാലത്തിന്റെ ചവട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് സ്വമേധയാ ഒരു ഫത്വ പുറപ്പെടുവിക്കാൻ ഈ ദുനിയാവിലെ ഒരു മനുഷ്യർക്ക് സാധ്യമേ അല്ല. അങ്ങനെ ആരെങ്കിലും പറയുന്ന പക്ഷം അവൻ വ്യക്തമായി വഴികേടിലാണ്. മുസ്ലിമായാലും ശരി, അതാ മുസ്ലിമായാലും ശരി. അല്ലാഹു റസൂലും പറഞ്ഞതാണ് ദീൻ. അല്ലാഹുവും റസൂലും പറഞ്ഞതാണ് ദീൻ. നരകത്തെ കുറിച്ച് വിശ്വാസം അവക്ക് കാണില്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ വിശ്രമിക്കുമ്പോൾ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങി അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പറയുകയാണ്, മുഹമ്മദേ, ഞാൻ നരകം കണ്ടു മുഹമ്മദേ. നരകത്തെ കുറിച്ച് ഇങ്ങനെ വിവരിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ജിബ്രീൽ അലൈഹിസ്സലാം. നമ്മുടെ വിഷയം നരകമല്ലാത്തതുകൊണ്ട് എങ്ങനെയാണ് വിവരിച്ചതെന്ന് ഞാൻ പറയുന്നില്ല. നരകത്തെ കുറിച്ച് ഇങ്ങനെ വിവരിക്കണം. അവിടുത്തെ വസ്ത്രം, അവിടുത്തെ വളയം, അവിടുത്തെ ചങ്ങല, അവിടുത്തെ തീ, അവിടുത്തെ വസ്ത്രങ്ങൾ, അവിടുത്തെ ഭക്ഷണം, അവിടുത്തെ വികൃതമായ രൂപങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ മുന്നിൽ ജിബ്രീൽ വിവരിക്കുകയാണ്. ഫബകാ തവീലാ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ കരയുകയാ. അത് കേട്ട മാത്രയിൽ കരയുകയാണ്. നിർത്തുന്നില്ല. തവീലാ. ദീർഘനേരം കരഞ്ഞ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഫഖറ മഗ്ശിയാ. ബോധം കെട്ട് ഹബീബായ തങ്ങൾ നിലത്ത് വീഴുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ബോധം നഷ്ടപ്പെട്ടു പോവുകയാ. ജിബ്രീൽ പെട്ടെന്ന് എടുത്തു വെക്കുകയാണ് ഹബീബായ തങ്ങളെ. അല്ലാഹുവിന്റെ റസൂലിനെ ഉണർത്തുകയാണ്. മുഖത്ത് തടവുകയാണ്. ഹബീബായ തങ്ങളുടെ കണ്ണ് തുറക്കുകയാണ്. കഫാക യാ ജിബ്രീൽ, കഫാക യാ ജിബ്രീൽ. നിർത്തൂ ജിബ്രീലേ, മതിയാക്കൂ ജിബ്രീലേ, എനിക്ക് നീ കേൾക്കണ്ട ജിബ്രീലേ, നരകത്തെ കുറിച്ച് എനിക്ക് കേൾക്കണ്ട ജിബ്രീലേ, അത് കേൾക്കാനുള്ള കഴിവോ ശക്തിയോ എനിക്കില്ല ജിബ്രീലേ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇതാ നരകത്തിന്റെ കെട്ടുകൾ അഴിച്ചു വിടുകയാണ്. ഹർഹാ ശദീദ് തുമുഹാ ഖബീർ വഖുമുഹാ ഖബീർ.
ആദരവായ റസൂലുള്ളാഹി തങ്ങളോട് പറയുകയാണ്, മുഹമ്മദേ, ആ നരകത്തിന്റെ ചൂട് സഹിക്കാൻ കഴിയില്ല മുഹമ്മദേ. ആദരവായ ഹബീബായ തങ്ങൾ വീണ്ടും പൊട്ടിക്കരയുകയാ. അല്ലാഹുവിന്റെ റസൂലിനോട് വീണ്ടും പറയുകയാണ്, മുഹമ്മദേ, നരകത്തിന്റെ അഗ്നികുണ്ഡാരത്തിൽ തിളപ്പിക്കപ്പെട്ട നരകത്തിന്റെ വസ്ത്രത്തിന്റെ ഒരു ചെറിയ വളയമകാണും ഈ ഭൂലോകത്തേക്ക് അല്ലാഹു കാണിച്ചാൽ ലഹതറഖതി ദുനിയാ വമാ ഫിഹാ, ആകാശഭൂമികൾക്കിടയിലുള്ള സകലമാന വസ്തുക്കളും കത്തിച്ചാമ്പലായി പോകും മുഹമ്മദേ. അത്രത്തോളം കടുപ്പമേറിയതാണ് നരകമെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുമ്പോ ലോകത്തിന്റെ ഗുരുവര്യരായ മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ അർശിന്റെ തണലിന്റെ ഉടമസ്ഥനായ ഹൗലുൽ കൗസറിന്റെ ജേതാവായ നേതാവായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പോലും പൊട്ടിക്കരഞ്ഞു പോയെങ്കിൽ, ആ ഹബീബായ തങ്ങൾ പോലും നിലം പൊതിച്ചു വീണെങ്കിൽ, ആ ഹബീബായ തങ്ങൾ പോലും ബോധം കെട്ട് താഴെ വീണെങ്കിൽ, എന്റെ പൊന്നു പെങ്ങളെ, അൻസിബ എന്ന് പറയുന്ന പരിശുദ്ധ ഇസ്ലാമിക ശരീഅത്ത് മനസ്സിലാക്കാതെ ഇസ്ലാമിക തറവാട്ടിൽ ജനിച്ച പെണ്ണെ, നീ നരകത്തിന്റെ വഴിയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് നിന്റെ ഇഷ്ടമാണ്. പക്ഷേ നരകത്തെ കുറിച്ച് ഒരു തരമ്പ് പോലും അറിയാതെ നരകത്തെ കുറിച്ച് നീ പറയല്ല പെങ്ങളെ. വല്ലാത്ത ഖേദമാണ് മോളെ. ആഡംബരങ്ങളെല്ലാം നിമിഷ നേരം കൊണ്ട് തകർന്നു പോകാം, സിനിമയിലെ സന്തോഷങ്ങളെല്ലാം നിമിഷ നേരം കൊണ്ട് തകർന്നു പോകാം. കോടാനകോടി പണം കയ്യിലേക്ക് വരുമ്പോ അതെല്ലാം ഒരു തകർന്നു പോകാം പെങ്ങളെ. ഒരു ദിവസം നിന്റെ 22,222 പ്രാവശ്യം ദിവസം തോറും നീ ശ്വസിക്കുന്ന ശ്വാസമുണ്ടല്ലോ, അത് ഏതാനും നിമിഷങ്ങൾ കൊണ്ട് തകർന്നു പോയാൽ ഈ ലോകത്തെ ഒരു കൊണ്ടും അത് നിയന്ത്രിക്കാൻ കഴിയില്ല പെങ്ങളെ. ഈ ദുനിയാവിലെ ഒരു ഡോക്ടർമാരെ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയില്ല മോളെ. പരിശുദ്ധമായ ഖുർആനിന്റെ വാക്കാണിത്, പരിശുദ്ധമായ ശരീഅത്തിന്റെ വാക്കാണിത്. അങ്ങനെ നിന്റെ റൂഹിനെ അല്ലാഹു തിരിച്ചു കഴിഞ്ഞാൽ നീ പോകുന്നത് ആരുടെ മണ്ണിന്റെ ഇരുണ്ട ദുരത്തിലേക്കാണ്. അവിടെ നിനക്ക് നരകമെന്തെന്ന് നേരിൽ കാണാൻ കഴിയും പെങ്ങളെ. അന്ന് നീ ആ മലക്കുകളോട് പറയുന്ന വാക്കാ, ഒന്ന് മടക്കണേ അല്ലാ, ഒന്ന് മടക്കണേ അല്ലാ, ഒന്ന് മടക്കണേ അല്ലാ. എന്റെ വിവരമില്ലായ്മയുടെ പേരിൽ, എന്റെ അറിവില്ലായ്മയുടെ പേരിൽ, എന്റെ ബുദ്ധിഹീനമായ ബുദ്ധി കൊണ്ട്, എന്റെ വിവരമില്ലാത്ത ബുദ്ധി കൊണ്ട് ഞാൻ നരകത്തെ എതിർത്തു പോയതാണ്. അല്ലാഹുവേ, ആ നരകത്തിന്റെ പ്രകമ്പനം ഞാനിതാ കാണുകയാണ്. ആ കൊടുംപ്രീരത ഞാനിതാ കാണുകയാ. ആ നരകത്തിന്റെ കൊടും ചൂട് ഞാനിതാ ആസ്വദിക്കുകയാണ്. എന്നെ ഒന്ന് സഹായിക്കാൻ ആരുമില്ലല്ലോ അല്ലാ. എന്നെ വാരിപ്പുണരാൻ ദുനിയാവിൽ നൂറുകണക്കിന് ആളുകളായിരുന്നല്ലോ. എന്റെ സൗന്ദര്യത്തെ സ്വീകരിക്കാൻ, എന്റെ കവിൾത്തടത്തിൽ മുത്തം തരാൻ, എനിക്കൊരു ചുടുചുംബനം നൽകാൻ, എന്റെ കൈക്ക് പിടിക്കാൻ, എന്നെ ആലിംഗനം ചെയ്യാൻ നൂറുകണക്കിന് ഫിലിം സ്റ്റാറുകൾ എന്റെ പിന്നാലെ ഓടിയല്ലോ അല്ലാ. ഇന്ന് ഞാനിതാ നരകം കാണുകയാണ്, നരകത്തിന്റെ തീച്ചൂള കാണുകയാണ്. എന്റെ നേർക്ക് സർപ്പമായി തത്തി വിടർത്തി വരുന്ന കൂറ്റൻ പാമ്പുകളെ ഞാൻ കാണുകയാണ്. അല്ലാഹുവേ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ? റബ്ബിർജിഊൻ. അല്ലാ ഇന്നഹാ ലളാ. ഇസ്ലാമിക തറവാട്ടിൽ ജനിച്ച പെണ്ണല്ലടി നീ. ഇസ്ലാമിക തറവാട്ടിൽ ജനിച്ചിട്ട് നരകമെന്തെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നീ കേട്ടതല്ലേ, നീ അത് പഠിച്ചതല്ലേ, നിന്റെ ഉപ്പ മനസ്സിലാക്കിയതല്ലേ, നിന്റെ ഉമ്മ പഠിപ്പിച്ചു തന്നതല്ലേ, നിന്റെ നാട്ടിലുള്ള അധ്യാപകന്മാര് പഠിപ്പിച്ചു തന്നതല്ലേ. ആ നരകത്തെ നീ നിഷേധിച്ചവളല്ലേ. അല്ലാഹു പറയുകയാ, ഇന്നഹാ ലളാ. ആ നരകം ചൂടേറിയതാണ്. അതാണ് നിന്റെ താവളം, അതാണ് നിന്റെ താവളം. അതുകൊണ്ട് എന്റെ പൊന്നു പെങ്ങളെ, നിന്റെ വിവരമില്ലായ്മയുടെ പേരിലാണ് നരകത്തെ കുറിച്ച് നീ നിസാരവൽക്കരിച്ചതെങ്കിൽ അല്ലാഹുവിന്റെ മുന്നിൽ നീ പശ്ചാത്തപിച്ചോ. നീ ഒരു മുസ്ലിം പേരിൽ ഞങ്ങൾ പറയുകയാണ്, നീ ഒരു മുസ്ലിം തറവാട്ടിൽ ജനിച്ചതിന്റെ പേരിൽ പറയുകയാണ്. സിനിമാ ഫീൽഡ് എന്ന് പറയുന്നത് അത് ഒരു പക്ഷേ നിന്റെ ദുനിയാവിന്റെ ജീവിതമായിരിക്കാം. നരകമെന്ന് പറയുന്നതിനെ നിസാരവൽക്കരിക്കരുത്. അത് യാഥാർത്ഥ്യമാണ്, അത് യാഥാർത്ഥ്യമാണ്, അത് അതുകൊണ്ടൊന്ന് മനസ്സിലാക്കിക്കോ. എന്തായാലും ഇന്ന് മീഡിയകളുണ്ടല്ലോ, ഈ പറയപ്പെടുന്നതെല്ലാം ഇൻഷാ അല്ലാഹ് അവൾ അത് കേൾക്കാം. ഒരുപക്ഷെ നാളെ തൗബ ചെയ്താൽ അൻസിബ എന്ന് പറയുന്നത് യഥാർത്ഥ ഒരു മുസ്ലിം പെണ്ണായി മാറാം. അതിനുള്ള ഹിദായത്ത് കൊടുക്കട്ടെ. അതല്ല നമ്മൾക്കിപ്പോ എന്താ പറയാണ്. അതുകൊണ്ട് നരകത്തെ കുറിച്ച് വെറും നിസാരവൽക്കരിക്കൊന്നും വേണ്ട. അത് അങ്ങോട്ട് കബറിലേക്ക് പോകുമ്പോ അറിയാം അതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന്.
അല്ലെങ്കിൽ നമ്മളിപ്പോ ഇവിടെ ഷാള് വിട്ട് താടിയും വെച്ച് തൊപ്പിയും വെച്ച് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നിസ്കരിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല. നരകമൊന്നും ഇല്ലായിരുന്നെങ്കിൽ അതിനെ പേടിച്ചിട്ടാണ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചില്ലേ, സുബഹി നമസ്കാരം കഴിഞ്ഞും മഗ്രിബ് നമസ്കാരം കഴിഞ്ഞും നിങ്ങൾ 7 പ്രാവശ്യം നരകത്തിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ തേടണേ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ സുബഹി കഴിഞ്ഞാൽ കുത്തിയിരുന്നിട്ട് അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ. പൊട്ടി കരഞ്ഞുകൊണ്ട് പറയും, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തല്ല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തല്ല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തല്ല. നരകത്തെ കുറിച്ച് ആയിഷ റളിയല്ലാഹു തആല പറയാ, ജിബ്രീൽ വന്ന് നരകത്തെ കുറിച്ച് നബി തങ്ങളോട് പറഞ്ഞതിന് ശേഷം അള്ളാന്റെ റസൂല് പല്ല് വെളിയിൽ കാണുന്ന നിലയിൽ ചിരിച്ചിട്ടേ ഇല്ല. അപ്പൊ നരകത്തിന്റെ ഓരോരുത്തരത്തോളം നിസാരവൽക്കരിക്കുക. ഇവിടെ ഒരു വലിയൊരു വണ്ടിയും കുറെ കുണ്ടന്മാരെയും കണ്ട് കുറെ ആളുകളെയും കിട്ടി, കുറെ സൗകര്യവും കിട്ടി, കുറെ നല്ല സെറ്റപ്പും കിട്ടി, സുഖലോലുപതയുടെ മടിത്തട്ടിൽ വിരാജിക്കുമ്പോ നരകം എന്ത് നരകം? ഇവിടെ സ്വർഗത്തിൽ കിടക്കല്ലേ, ഭൂമിയിൽ അത് സ്വർഗം കൊടുക്കല്ലേ. ഉംലിലഹും ഇന്ന കൈദിമത്തി ഉംലിലഹും, ഞാൻ അവർക്ക് ഇങ്ങനെ നീട്ടിക്കൊടുക്കും. അനുഭവിച്ചോ. അവസാനം ഒരൊറ്റപ്പിടി ഫഅഖദ്നാഹും ബഗ്തതൻ ഫഇദാഹും മുബ്ലിസൂൻ. അവസാനം ഒരു പിടിയുണ്ട്, ആ പിടിയിൽ നീ നിരാശനായി. അതൊരു വല്ലാത്ത പിടിയായിരിക്കും. അള്ളാഹ് നമ്മളെ പിടി നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. തീർന്നില്ലേ സംഭവം? ഒരു ക്യാൻസർ വന്നാൽ തീർന്നില്ലേ? ഒരു അപകടം വന്നാൽ തീർന്നില്ലേ? പിന്നെ വിളിക്കുന്നവരാ അല്ലാ 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 അല്ലാ. അതുകൊണ്ട് നരകയില്ല എന്നോ സ്വർഗ്ഗമില്ല എന്നോ വിശ്വസിക്കുന്നത് ഈമാനിന്റെ പുറത്തു പോകുന്നതിന്റെ അടയാളമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനുവേണ്ടി പരിശ്രമിക്കും. അതിനാണ് ഖുർആൻ. ഖുർആനിലുള്ള നരകത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. പിന്നെന്താ? ആരുടെയും കൈകടത്തലുകൾക്ക് വിധേയമാകാത്ത ഗ്രന്ഥമല്ല ഖുർആൻ. ഖുർആൻ നരകത്തെ കുറിച്ച് അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ. ഞാൻ അതോടെ വിശദീകരിക്കുന്നില്ല. പരിശുദ്ധമായ ഖുർആനിൽ വളരെ വ്യക്തമായ നില അല്ലാഹു തആല നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് നരകവും സ്വർഗവും ഒക്കെ വിശ്വസിക്കുക എന്നുള്ളത് ഈമാന്റെ ഭാഗത്തിൽപ്പെട്ടതാണ്. അത് വിശ്വസിക്കാത്തവൻ ഈമാനിൽപ്പെട്ടവൻ. അതുകൊണ്ടാണ് അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. തഖ്വയുള്ളവരുടെ ഗ്രന്ഥമാണ്. തഖ്വയുള്ള അല്ലാഹയെ പേടിക്കുന്നവൻ. അല്ലാഹ്, നരകത്തെ എനിക്ക് പേടിയാണ് അല്ലാഹ്, പാമ്പിനെ പേടിയാണ് അല്ലാഹ്, ഖബറിനെ പേടിയാണ് അല്ലാഹ്, ഒറ്റപ്പെട്ട കാട്ടിൽ പോയി കിടക്കണം അല്ലാഹ്, അങ്ങനെ പേടിക്കുന്നവന്റെ ഗ്രന്ഥമാണ് ഖുർആൻ.